മട്ടൺ സൂപ്പ് കുടിക്കാൻ ഒരുപാട് നാളായിട്ട് മോഹിച്ചിരുന്ന എന്റെ ചേട്ടായിക്ക് ഇൻസ്റ്റയിൽ കണ്ടൊരു വീഡിയോ ഞാൻ അയച്ചു കൊടുത്തു. മഴയത്ത് കഷ്ടപ്പെട്ട് അവിടെ ചെന്നപ്പോഴേക്കും അവിടെ കട അടച്ചിട്ടേക്കുക. കണ്ടിട്ട് അടുത്തിടയ്ക്കൊന്നും തുറന്നതായിട്ട് തോന്നിയില്ല. തിരിച്ചു വന്ന വഴിക്ക് തിരക്കിയപ്പോ ഈ ബ്രെഡ് കോഫി എന്ന് പറഞ്ഞ ഷോപ്പിൽ മട്ടൺ സൂപ്പ് ഉണ്ടെന്ന് കേട്ടു. ഞങ്ങൾ ഇവിടെ കയറി. അപ്പനും മോനും കൂടി വാശിയേറിയ പോരാട്ടത്തിലാണ്. എവാന്റെ അത്ര മസിലൊന്നും പപ്പയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രം പപ്പ തോറ്റു. ക്യാമറ മുഖത്തേക്ക് കാണിക്കുമ്പോഴേ എബൂട്ടം തുടങ്ങും ഹലോ ഗൈസ് എന്ന് പറഞ്ഞ്. പരീക്ഷണാടിസ്ഥാനത്തിൽ 2 മട്ടൺ സൂപ്പാണ് ഓർഡർ ചെയ്തത്. സൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇതിനിടയ്ക്ക് ഫുള്ള് ഞാൻ പോണ്ടിച്ചേരിയിലെ മട്ടൺ സൂപ്പിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എബൂട്ടിനും എവാങ്കൂട്ടനും നൂഡിൽസും ഞങ്ങൾ അൽഫാമും ആണ് പറഞ്ഞത്. യൂട്യൂബിലെ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങൾ അവനെ വഴക്ക് പറയാറുണ്ടെങ്കിലും ഇതുപോലെ ചില കാര്യങ്ങളൊക്കെ അവൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചു കേട്ടോ. എവാങ്കൂട്ടിന്റെ കാര്യം പറയാൻ നുള്ളിപ്പെറുക്കി ഇരിക്കുവാണ്. കാരണം അവൻ ഇത് വേണ്ട. ഇത് ഞങ്ങൾ ആദ്യമേ പ്രതീക്ഷിച്ചതാണ്. നല്ല വിശപ്പുണ്ടായിരുന്നോണ്ടെന്ന് അറിയില്ല, എബൂട്ട ഫുള്ള് കഴിച്ചു. എവാങ്കൂട്ടിന്റെ ബാക്കി ഞാനും ചേട്ടായും കൂടി കഴിച്ചു. അങ്ങനെ ഒരു സൂപ്പ് തേടിപ്പോയ കഥയായിരുന്നു ഇത്. തേടിപ്പോയത് കിട്ടാഞ്ഞത് കൊണ്ട് കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ചേട്ടായിനെ കൊണ്ട് ഒരിക്കലും പോണ്ടിച്ചേരി പോയിട്ട് നല്ലൊരു അടിപൊളി സൂപ്പ് വാങ്ങി തരുമെന്നൊക്കെ ഞാൻ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. അപ്പൊ